ഹായ്. അപ്പം ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. ദേ ഇവിടെ കണ്ടോ, ഇത് കുറച്ച് ഭാഗം അലങ്കോലം. ഇവിടെ മാത്രമല്ല, മൊത്തത്തിൽ അലങ്കോലമാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ഭംഗിക്ക് വെക്കാമെന്ന് കരുതി. ഇത് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ചുമ്മാ പറഞ്ഞ് സമയം കളയാം. ഓരോന്നായിട്ട് മാറ്റി കൊടുക്കുകയാണേ. അപ്പം ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല കേട്ടോ. എന്നാൽ കാണാം. അത്രയും ഓരോന്നോരോന്നായിട്ട് എടുത്ത് മാറ്റാം. വേറൊരു ഇതെന്ന് വെച്ചാൽ ഇത് ഇവിടെ തണലാണ്. ഈ ഒരു ഇതെന്താണ് നാരകോ എന്താണെന്ന് അറിയില്ല. അപ്പം ഇതിവിടെ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ കംപ്ലീറ്റ് തണലാണ്. അപ്പോൾ ഇവിടെ ഫ്ലവറുള്ള ചെടി ഒന്നും ഇരിക്കില്ല. അതുകൊണ്ടാണ് ഒന്നാമത് ഇതിനെ മാറ്റുന്നത്. ഓരോന്നോരോന്നായിട്ട് വെച്ച് നോക്കാം കേട്ടോ. എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം നമുക്ക്. ഇവിടെ അത്യാവശ്യം സൺലൈറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാർണർ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇതൊരു സ്കൈലർ പ്ലാന്റ്. അഗ്ലോണിമ. വീണ്ടും അഗ്ലോണിമ.
അത്യാവശ്യം കുറച്ച് സൗന്ദര്യത്തിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് വെച്ചത്. നോക്കി, നേരത്തെ കുറച്ചൊരു അഫങ്ങി പോലെ ഇരുന്നു, അതുകൊണ്ടാണ് മാറ്റി ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചത്. കൊള്ളാമോ ഇത്? ഗാർഡ് സെറ്റ് ചെയ്തിട്ട്, അപ്പോൾ ഗാർഡ് സെറ്റ് ചെയ്തിട്ട് ഒരു ഭംഗിയില്ലാതെ നമ്മൾ പ്ലാൻ വെച്ചിട്ട് കാര്യമില്ല. ഇത് കണ്ടോ, ഗ്രാസ് കംപ്ലീറ്റ് ചീത്തയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും പിടിച്ച് കിട്ടാൻ വേണ്ടി വെട്ടി വിട്ടിട്ടുണ്ട്. എൻ്റെ ഇടയിലൊക്കെ ഇതേ കള വന്ന്, അപ്പോൾ ചെറുതായിട്ട് പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയും ഞാൻ കണ്ടോ പ്ലാന്റ്, ഇതിൻ്റെ പേര് വന്നു കേട്ടോ. ഈ ഇടയ്ക്ക് ആരോ എനിക്ക് ഇതിൻ്റെ പേര് പറഞ്ഞു തന്നെയാണ്, മറന്നുപോയി. അപ്പോൾ ഇവിടെ അത് വെച്ച് കൊടുത്തത്. ഇത് കണ്ടോ, ഇത് നല്ല ഫ്ലവർ വരുന്ന ഒരു ടൈപ്പാണ്. ഇത് ഞാൻ മുമ്പ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെയും പേര് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തതാണ്, പക്ഷേ പേര് മറന്നുപോയി. ഇനി എല്ലാ പേരും എഴുതി വെച്ചിട്ട് പഠിക്കണം കേട്ടോ. ഇതേ കണ്ടോ, അപ്പോൾ ഗ്രാസ് ഇങ്ങനെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. നല്ല രീതിയിൽ പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ നശിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം. അപ്പോൾ കണ്ടോ, ഈ ഒരു റോ ഇപ്പോൾ ഇനീൻ്റെ മുകളിൽ കണ്ടോ, ഇവിടെയൊക്കെ വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത് ഇപ്പോൾ. പിന്നെ ജമന്തി എല്ലാം അടുക്കിനായിട്ടുണ്ട്. അപ്പോൾ അതിനെ മാറ്റി കുറച്ചിങ്ങോട്ട് മാറ്റി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇവിടെ വരിയായിട്ട് നട്ട് കൊടുത്താലോ എന്ന് ആലോചിക്കുകയാണ്. ജമന്തി ഈ ഭാഗമാകുമ്പോൾ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഭാഗമാണ്. അപ്പോൾ നോക്കാം. അങ്ങനെ ആ സ്പേസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വേണം ഓരോന്ന് ചെയ്യാൻ. ഇത് ഇവിടെ ഇരുന്ന പ്ലാന്റുകളാണ് കേട്ടോ. ഇതിനെല്ലാം ഞാൻ മാറ്റി ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇതാണ് ഞാൻ കുറച്ച് മുന്നേ കാണിച്ച ആ പ്ലാന്റ്, ഗ്രാസിൻ്റെ അവിടെ ഇരിക്കുന്നില്ലേ, അത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഫ്ലവർ വരുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ ഇത് നമ്മൾ സൺലൈറ്റ് അടിക്കാത്തടുത്ത് വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, അത് അധികം പിടിച്ച് വരത്തില്ല, അങ്ങനെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ മാറ്റിയത്. പിന്നെ അടുത്ത് ഈ സൈഡ് ഒന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ. കംപ്ലീറ്റ് വൃത്തിയാക്കാൻ കഴിയില്ല, പിന്നീട് തൽക്കാലം ഒന്ന് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫുള്ളായിട്ട് നമുക്ക് ക്ലീൻ ആക്കാൻ നമുക്ക് കഴിയത്തില്ല. ഇത് തെറ്റി ഇങ്ങോട്ടൊന്ന് മാറ്റാം. ഓക്കെ, അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് ഞാനിത് ഈ പ്ലാന്റ് വയ്ക്കുക. ഇത് അരേലിയ പോലുള്ള ഒരു ടൈപ്പ് പ്ലാന്റ്. ചട്ടിയുടെ ചുവട്ടിൽ അത്രയും മണ്ണാണ് കേട്ടോ. അത് ഞാൻ നേരത്തെ വച്ചിരുന്നെടുത്ത് മഴ നനഞ്ഞ് മണ്ണ് ചെടിയിലേക്കാകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇനി കഴുകി എടുക്കണം. ഇവിടെ ഒരു അരയിലെ പ്ലാന്റ് കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. കാണാൻ പറ്റുമോ? ഈ ക്യാമറയിൻ്റെ സ്റ്റാൻഡ് വന്നിട്ടുണ്ടല്ലോ, ഹൈറ്റ് കുറവാണ്. അപ്പോൾ ഞാൻ പിടിക്കുന്ന വീഡിയോ ഭയങ്കര കഷ്ടപ്പെട്ടായിട്ടാണ്, അത് കഷ്ടപ്പെട്ടാണ് പിടിക്കുന്നത് കേട്ടോ. ഇത് വയ്ക്കാം.
കുറച്ചുകൂടെ ഒരു ഭംഗി. നേരത്തെ വെച്ചതുപോലെ തന്നെ വൈറ്റ് അരയിലും ഗ്രീൻ അരയിലും ഒക്കെ വയ്ക്കാം. പിന്നെ പകരമായിട്ട് നമുക്കിനി തെറ്റി ഒരിടത്ത് പ്ലേസ് ചെയ്യണം. അപ്പോൾ അത് എവിടെ വയ്ക്കുമെന്നാണ് ആലോചിച്ചത്. ഈ തെറ്റി ആ ഭാഗത്തേക്ക് തന്നെ വെക്കേണ്ടി വരും. ഇവിടെ ഒന്നും സ്പേസ് ഇല്ല. കാര്യം എവിടെ വെക്കും തെറ്റി. തക്കാളി ഈ തെറ്റി മാറ്റാം. ഇതിനെങ്ങോട്ട് മാറ്റാം. എന്നിട്ട് ഇതിനെവിടെ വെക്കാം. അരേലിയാണോന്ന് അറിയില്ല. കണ്ടോ, ഈ പ്ലാന്റ് വെച്ചുകൂടെ ഇവിടെ ഈ ഇത്രയും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ ഈ ഭാഗത്താണ് ജമന്തി പിടിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. നടക്കുമെന്ന് അറിയില്ല. ഇപ്പോൾ തൽക്കാലമായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു നടപ്പാതയും അല്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ജോലി ഇതാണ്. കണ്ടോ, ഇവിടെ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ വ്യൂ നടപ്പാതടക്കം ഇങ്ങനെയാണ് വരുന്നത്. കാണാൻ കഴിയുമെന്നോ ഉണ്ടോ? അപ്പോൾ ഇനി ഈ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ചുകൂടെ അറേഞ്ച് ചെയ്യാറുണ്ട്. ഇവിടെ താമര വീണ്ടും മൊട്ട് വരുന്നത് കേട്ടോ. ഇതുണ്ടോ, സ്റ്റാൻഡിൽ ലീഫ് ഇതേപോലെയാണ് സ്റ്റാൻഡിൽ ലീഫ് വരുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് സ്റ്റാൻഡിൽ ലീഫ് വന്നിട്ട് അതിൻ്റെ കൂടെ ഒരു മൊട്ട് വരും. അപ്പോൾ ഇത് സീഡായിട്ടുണ്ടോ എന്നറിയില്ല. അത് എവിടെ അഴുകി തുടങ്ങി. അപ്പോൾ ഇത് സീഡാവുമെങ്കിൽ നമുക്കിതിനെ ഒന്ന് പാകിയെടുക്കാം. അത് ഞാൻ ഷോർട്സിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ തെറ്റി വെച്ചു. അപ്പോൾ തെറ്റി വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കാണാത്തതുപോലെ, അതുകൊണ്ട് ഈ തെറ്റിയ ഇവിടെ നിന്ന് പിന്നീട് മാറ്റണം. കണ്ടോ, ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നല്ലൊരു വ്യൂസ് നോക്കി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.